ആലപ്പുഴ മണ്ഡലത്തിലെ തീരദേശ ബൂത്തുകളിൽ വൻ തിരക്ക് കാണുന്നു. രാവിലെ മുതൽ വോട്ടർമാരുടെ നീണ്ട നിര എന്നുള്ള വിവരം ലഭിക്കുകയാണ്. ഏതായാലും പോളിംഗ് ആരംഭിക്കുമ്പോൾ പ്രധാനപ്പെട്ട നേതാക്കൾ, സ്ഥാനാർത്ഥികളൊക്കെ വോട്ട് ചെയ്യുകയാണ്. ക്യൂവിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത് സുരേഷ് ഗോപിയും കുടുംബവും. തോമസ് ഐസക് വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഷാഫി പറമ്പിൽ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. സാദിഖ് അലി ശിഹാബ് തങ്ങൾ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പോൾ ഡോക്ടർ ടി.എം. തോമസ് ഐസക് വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം മാധ്യമങ്ങളോട് ഒരു ഉപശീശാവ് ഉപകാരമായി. ഇവരിങ്ങനെ പറഞ്ഞ് ഇതൊന്നും അറിയാത്ത പാവപ്പെട്ട പത്തനംതിട്ടയിലെ കുടുംബശ്രീക്കാരും ഇയാൾ നമ്മുടെ എന്തോ സ്വന്തമാണെന്നൊരു തോന്നലുണ്ടായിട്ടുണ്ട്. അത് വോട്ടിനെ നന്നായിട്ട് പോസിറ്റീവായിട്ട് സ്വാധീനിക്കും. എനിക്ക് വലിയ തമാശകളല്ലേ. ഇതാ ലാവ്ലിംഗ് കേസ് സെറ്റിൽ ചെയ്യാൻ വേണ്ടി എന്തുവാ ലാവ്ലിംഗ് കേസ്? ആരാ ഇത് നീട്ടിക്കൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ വോട്ട് രേഖപ്പെടുത്തുന്നു. ഇപ്പോൾ സാദിഖ് അലി തങ്ങൾ മാധ്യമങ്ങളെ കാണുന്നു. വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം പാണക്കാട് കുടുംബാംഗങ്ങളും മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയും അദ്ദേഹത്തോടൊപ്പം വോട്ട് ചെയ്തു. വളരെ നല്ല ആത്മവിശ്വാസത്തോടെയാണ് ഈ പോളിംഗിനെ ഐക്യ ജനാധിപത്യ മുന്നണി കാണുന്നത്. ലോക്സഭയിലേക്ക് 20 സീറ്റുകളിലും ഐക്യ ജനാധിപത്യ മുന്നണി വ്യക്തമായ ഭൂരിപക്ഷത്തോടെ തന്നെ വിജയിക്കും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷ. ജനങ്ങൾ അത്രമാത്രം ഈ ഇലക്ഷനെ കാത്തിരിക്കുകയാണ്. രാജ്യത്തൊരു ഭരണമാറ്റം അത് അനിവാര്യമാണ്. അനുദിനമുള്ള സംഭവവികാസങ്ങൾ അത് ജനങ്ങളെ കൂടുതൽ അതേക്കുറിച്ച് ഇരുത്തി ചിന്തിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 1-2 ദിവസങ്ങളിലായി കേന്ദ്രത്തിലും മറ്റും നടന്നു വരുന്ന പ്രതിഭാസങ്ങൾ അത് തീർച്ചയായിട്ടും ഐക്യ ജനാധിപത്യ മുന്നണിക്കും ഇന്ത്യ മുന്നണിക്കും പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. അതെല്ലാം തന്നെ ഇന്ന് വോട്ടായിട്ട് മാറും. ആ ഒരു നല്ല ഒരു പ്രത്യേകമായിട്ടുള്ളൊരു സന്തോഷത്തിലാണ് ഞങ്ങൾ എല്ലാവരും.